ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് നമ്മൾ ഷിംലയിൽ പോയ അന്നത്തെ വീഡിയോയാണ് കേട്ടോ. കാര്യം എഡിറ്റ് ചെയ്തിടാനുള്ള സമയക്കുറവ് കാരണം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടപ്പോഴത്തേക്ക് ഇത്രയും സമയങ്ങളൊക്കെ ആയിട്ടോ. ഏകദേശം നമ്മൾ ഒരു 6:30 കൂടി ഷിംലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് റൂം എടുത്ത ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലോ ഇവിടെയൊക്കെ കാണാനായിട്ട്. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പാക്കേജും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അവിടുത്തെ കുറേ ചേട്ടന്മാർ നിൽപ്പുണ്ടാവും കേട്ടോ. നമ്മൾ അവരോട് ചോദിച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജ് നമ്മൾ എടുത്തു കേട്ടോ. അതേ നമ്മുടെ റൂമിലെത്തി നമ്മളെല്ലാവരും കുളിച്ച് വൃത്തിയായി സെറ്റായിട്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കണ ഫുഡ് ഇന്ന് ആലു പൊറോട്ടയും ചായയാണ് കേട്ടോ കഴിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ നിന്ന് നമ്മൾ ആലു പൊറോട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കണതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ കുറച്ച് നേരം. ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി വരും. പിന്നെ വണ്ടി വന്ന് നമ്മൾ കയറി നമ്മളിപ്പം കാണാൻ പോകുന്ന ഭാഗത്തേക്ക് പോകാനാണ് കേട്ടോ തീരുമാനിച്ചേക്കുന്നത്. അപ്പം ആലു പൊറോട്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇച്ചിരി ഓയിൽ കൂടുതലാണെന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അച്ചാറും കൂട്ടി കഴിച്ചേ. പിന്നെ നമ്മുടെ വണ്ടി വന്നു. ഇതേ ഞാൻ വണ്ടിയിലിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം കാണാൻ പോയത് സ്നോ കാണാനായിട്ടാണ് കേട്ടോ പോയത്. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ട്രാവൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്നോയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോഴും നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളും ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് അവർ പറഞ്ഞു തരും കേട്ടോ. അവിടെ നമുക്ക് ഡ്രസ്സും ഷൂസും ഒക്കെ നമ്മൾക്ക് റെൻറ്റിന് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ പറഞ്ഞതേ അവരതൊക്കെ ഇട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഞാനും ചേച്ചിയും മാത്രം ഒന്നും ചെയ്തില്ല കേട്ടോ. കാരണം എനിക്ക് വയ്യായിരുന്നു, തലവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാനൊന്നിനും പോയില്ല. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു സത്യത്തിൽ എന്തിനാ നീ വന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. എന്തോ വണ്ടിയിൽ ട്രാവലിങ്ങിന് ഇത്ര ദൂരം ബസ്സിലൊക്കെ ഇരുന്ന് വന്നിട്ടായിരിക്കും പറ്റാതെ ആയിപ്പോയത്. പിന്നെ ഇവിടെ കാണാൻ നല്ല രസമില്ലേ. താഴെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വെയിലത്ത് വന്ന് നിന്നതാണ് കേട്ടോ. കാരണം തണുപ്പുള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ വെയിൽ മാറി ഇങ്ങനെ പിന്നെ ഈ മഞ്ഞൊക്കെ കണ്ട് അതിനകത്തൊക്കെ ഇങ്ങനെ എടുത്തും പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ബാക്കി കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് അവർ താഴത്തുനിന്ന് കയറി വന്നാൽ അപ്പം തന്നെ നമ്മൾ മുകളിലോട്ട് പോകും കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ ഫോട്ടോയൊക്കെ ഇങ്ങനെ വീഡിയോയൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കാട്ടിക്കൊണ്ടൊക്കെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട്. ഇതിൽ കൂടെ നടക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. അല്ലെങ്കിൽ തെന്നി വീഴുക. നമ്മൾ എല്ലാവരും ഓരോ 2-3 വട്ടമൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ വന്നപ്പോൾ ഉള്ള കാഴ്ച ഇതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി 2:30 കൂടി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിലേക്ക് കയറി പോകണം. ഞാൻ പോയില്ല. ഞാനും പറഞ്ഞല്ലോ ഞാൻ തണുപ്പായതുകൊണ്ട് പിന്നെ പോയില്ല. ഞാനാണെങ്കിൽ കോട്ട് എടുക്കാനും മറന്നുപോയ കാരണം സത്യത്തിൽ മുകളിലോട്ട് പോകാൻ മടിയായിരുന്നു കേട്ടോ. പിന്നെ ദേ ഇവിടെ വന്നിരുന്ന് കാപ്പിയും മാഗിയും ഒക്കെ അവർ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മളൊരു കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ചൊരു മോമോസൊക്കെ കഴിച്ച് നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ. ഇത് അവർ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് തന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് സത്യത്തിൽ മുകളിൽ കയറി പൊക്കോളായിരുന്നു എന്ന്. സാരല്ല, എന്തെങ്കിലും ആവട്ടെ, പോയില്ലല്ലോ. ഇനി എന്തെങ്കിലും ഒരു സമയത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവരിതേ ഇങ്ങനെയൊക്കെ കയറി ഊർന്നിറങ്ങുന്നതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കയറിയിട്ട് അവർ താഴത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ഇങ്ങനെ തീയും കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഈ തീയുടെ അടുത്ത് മാറിയിട്ടില്ല കേട്ടോ. ഒരു 2-3 കടകളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇങ്ങനെ കയറി ഓരോരുത്തരും കയറി ഇങ്ങനെ തീ കൊണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും തണുപ്പൊക്കെ തന്നെ ആയതുകൊണ്ട് ഈ തീയുടെ അടുത്ത് വന്നിരിപ്പുണ്ട്. മുകളിൽ പോയി കളിച്ചിട്ട് വന്നിട്ട് തീയുടെ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകണം. റൂമിൽ ചെല്ലല്ല, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോവുള്ളൂ. പിന്നെ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് നമ്മളൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ വണ്ടിയിലിരിക്കുന്നതായതുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതായതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടിയുടെ ഇടയിലൊക്കെ നമുക്കൊരു ആശ്വാസമായിട്ട് 2 ദിവസം ലീവ് കിട്ടിയപ്പം പോകുന്നത് നന്നായി എന്ന് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും തോന്നിയത്. എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇനി നമ്മൾ റൂമിൽ പോകും, സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങും. പിന്നെയും നാളെ വേറെ സ്ഥലങ്ങളിലൊക്കെ കാണാനായിട്ട് പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.